രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിയ സ്ഥലത്തൊക്കെ UDF പരാജയപ്പെട്ടു എന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പാലക്കാട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. UDFന്റെ ഉരുക്കുകോട്ടയായ പിരിയാരിയിൽ UDF വെന്റിലേറ്ററിൽ സ്വതന്ത്രനെ മുൻനിർത്തി നഗരഭരണം പിടിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് തിരിച്ചടി ഉണ്ടാവുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. പാലക്കാട്ടെ പല പഞ്ചായത്തിലും ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കുന്ന സ്ഥിതിയാണ്. മാങ്കൂട്ടം മുന്നണിയുണ്ടാക്കി പാലക്കാട് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഓർമ്മിക്കണമെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. ഇവിടെ ഒരു മതേതര മുന്നണി ഉണ്ടാക്കണമെന്നാണ് പാലക്കാട് MP പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ഇതൊരു മതേതര മുന്നണിയല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, ഇതൊരു മാങ്കൂട്ടം മുന്നണിയാണ്. അതായത് സ്വതന്ത്രനായി മത്സരിച്ച ആളെ UDFന്റെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം മത്സരിച്ചാണ്. അദ്ദേഹം നിലവിലൊരു കോൺഗ്രസുകാരനാണ്. കോൺഗ്രസുകാരനായിട്ടുള്ള ഒരാളെ പിന്തുണയ്ക്കുവാൻ CPM തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ അത് അവരുടെ അസ്തിത്വത്തിന്റെ തകർച്ചയാണ്. അപ്പൊ അത് അങ്ങനെ അത്തരത്തിൽ CPM മുന്നോട്ട് വരട്ടെ. അപ്പൊ ഇതിനകത്ത് ഇവിടെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിശുദ്ധ സഖ്യമാണ്. പാലക്കാട് നഗരജനത 25 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് നഗരഭരണം തുടർച്ചയ്ക്കുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നഗരഭരണത്തിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇത്തരത്തിലൊരു അവിശുദ്ധ സഖ്യവുമായിട്ട് ഈ പാലക്കാട്ടെ കോൺഗ്രസും CPM മുന്നോട്ട് പോവുകയാണെങ്കിൽ പാലക്കാട് ജനത ഇതെല്ലാം കാണാനായിട്ട് തയ്യാറായിട്ടുണ്ട്. പിന്നെ രണ്ട്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മാങ്കൂട്ട മുന്നണിയാണെന്നുള്ളത്. ഇവിടെ പാലക്കാട് MLA പ്രചരണത്തിന് ഇറങ്ങിയ സ്ഥലത്തെല്ലാം എന്താണ് UDFന് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അദ്ദേഹത്തോടൊപ്പം സന്തത സഹചാരിയായി നിന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം തോറ്റു. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ KSUവിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി അദ്ദേഹം തോറ്റു. BJPക്ക് എതിരായി CPM കോൺഗ്രസ് ക്രോസ് വോട്ടിംഗ് നടത്തി. ഞങ്ങൾ 4-5 വാർഡുകളിൽ നിങ്ങൾ വാർഡ് ഫലങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം, ശക്തമായ ക്രോസ് വോട്ടിംഗ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ 24-ാം വാർഡ് BJP പരാജയപ്പെട്ടിരിക്കുന്നത് കേവലം 10 വോട്ടിനാണ്. 41-ാം വാർഡ് CPM കുറെ വർഷങ്ങളായിട്ട് അവരുടെ സിറ്റിംഗ് വാർഡാണ്, 3-4 ടേമായിട്ട് അവരുടെ സിറ്റിംഗ് വാർഡാണ്. ആ വാർഡിൽ CPMന്റെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ BJP പരാജയപ്പെടുന്നത് കേവലം 10 വോട്ടിനാണ്. 1-ാം വാർഡ് അവിടെ CPMന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് എത്രയാണ്? ഇവിടെ 3-ാം വാർഡ്. അങ്ങനെ തുടങ്ങി പാലക്കാട് നഗരസഭയിലെ നിരവധി വാർഡുകളിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിൽ പഠിച്ചതിൽ തന്നെ 5 വാർഡുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ 48-ാം വാർഡില് CPMന്റെ സ്ഥാനാർത്ഥിയുടെ വോട്ട് എവിടെ പോയി? 41-ാം വാർഡിൽ എന്തായി? 24-ാം വാർഡിൽ എന്താണ്? 1-ാം വാർഡിൽ എന്താണ്? 3-ാം വാർഡിൽ എന്താണ്? അപ്പൊ ഇവിടെയൊക്കെ വലിയ രീതിയിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെറിയ ചെറിയ വോട്ടുകൾക്ക് നഗരസഭയിലെ BJPയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. പലയിടത്തും പാർട്ടിക്ക് സീറ്റ് പോയത് കുറഞ്ഞ വോട്ടുകൾക്കാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു.